ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലെ ഒരു 15 പേരുടെ സദ്യക്ക് എത്രയാവും? എനിക്ക് നല്ല ഡൗട്ടാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ അമേരിക്കയിൽ അത് എത്രയാവുമെന്ന് വലിയ പിടിയുണ്ടാ. ഞങ്ങൾക്ക് നാളെയാണ് ഓണം. അപ്പോൾ ഇന്ന് 4-ാം തീയതി. ഇന്നലെ ഞങ്ങളൊരു 15 പേർക്ക് വേണ്ടിയിട്ടുള്ള സദ്യക്കുള്ള പർച്ചേസ് നടത്തി. അതിൻ്റെ എക്സ്പെൻസ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താലോ എന്ന് എനിക്കൊരു ആലോചന. അപ്പോൾ പിന്നെ തോന്നിയ ഐഡിയ ആയതുകൊണ്ട് എൻ്റെ കുറച്ച് പാർട്ടൊക്കെ കട്ടായിപ്പോയി. നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് നമുക്ക് പോവാം. എന്നിട്ട് പ്രൈസ് ഞാൻ ഇപ്പോൾ ഒരു 4-5 സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് അപ്പോഴേ തന്നെ കാണിക്കാം. ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ടോട്ടൽ എത്രയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വേറൊന്നും പറയില്ല. ഞാൻ ഇപ്പോൾ വീഡിയോയിലോട്ട് ബാക്കി നമുക്ക് പോവാം. അപ്പോൾ വീഡിയോ കണ്ടോ. വളരെ ചെറിയൊരു ബില്ലായിരുന്നല്ലേ വന്നത്? അതെ അതെ അതെ. എത്രയാ വന്നേ? ജസ്റ്റ് 280 റുപ്പീസ്. ഗ്രോസറീസ് മാത്രം 30,000 രൂപ. അത് ഒരു കടയിൽ കേറിയിട്ടുള്ളൂ, ഇനിയും കേറാണ്ട് കൊറേ കടയില്. 2 കട ബാക്കിയല്ലേ? ഒറ്റ കടയിൽ കയറിയപ്പോ $288. ഏകദേശം 25,000 26,000 രൂപ. 26,000 രൂപയല്ലേ? ഭയങ്കര എക്സ്പെൻസീവ് ആയി പോയൊന്നൊരു സാധാ വീഡിയോ എടുക്കണം. പറയുന്നതിന് വിപരീതം ചെയ്യണം കേട്ടോ. സിനിമാറ്റിക് എടുത്ത ഇല്ല, സാധാ ഫ്രണ്ട് സീറ്റിന് വേണ്ടിട്ടുള്ള അടി. ഫ്രണ്ട് സീറ്റിന് വേണ്ടിട്ടുള്ള എന്താ? ഫസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞ് അമലേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ബോംബെ ബസാറാണ്. കുറച്ച് ഷോപ്പിംഗ്സ് ബാക്കിയുണ്ട്. നമ്മളത് ഷോപ്പ് ചെയ്യുന്നു, അടിച്ചു പൊളിക്കുന്നു. അതാണ് ബോംബെ ബസാറ്. ഫസ്റ്റ് ലൊക്കേഷനിൽ ഇത്രയും പൊട്ടി, ഇവിടെ എത്ര പൊട്ടുമെന്നാണ്. എന്തായാലും വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇന്ന് ടോട്ടലായിട്ട് എവിടെയൊക്കെ എത്രയൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇൻഡിവിജ്വലി ഓരോ സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോൾ പറയാം. അതേപോലെ തന്നെ അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ബില്ലും ഞാൻ പറഞ്ഞുതരാം. നാട്ടിലുള്ള എത്ര രൂപയായിരുന്നെന്ന് നിങ്ങൾ ഗസ് ചെയ്തു. ചെറിയ പ്രശ്നമുണ്ട്, വാഴയിലയില്ല. 1-2 വാഴയിലേ ഉള്ളൂ. 100 പീസ് വേറെ ഏതോ ടീം മേടിച്ചോണ്ട് പോയതൊക്കെ. എത്ര പീസ്? 100 പീസാ? എവിടെ ഓണം അവിടെ പോയി ഉണ്ടാ പോലെ ചുമ്മാ ഉണ്ടല്ലോ. എന്താ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ വെക്കും. നെക്സ്റ്റ് ബില്ലടിക്കാവുന്ന സമയമായി. ഇത് എന്താ ഓണത്തിന്റെ തലേന്നത്തേക്കുള്ള ഐറ്റംസ് ആണ്. ഇപ്പോൾ കപ്പ, ചിക്കൻ കറി, പിടി കപ്പ ചിക്കൻ കറി, പിന്നെ അടുത്തെന്താ പൊറോട്ട, ബിരിയാണി കാണാൻ ചാൻസ് ഇല്ല. ഇത് വീട്ടിലത്തേക്കാണ് അത് സെപ്പറേറ്റ്. എത്രയായിരിക്കും? അടുത്ത സ്ഥലത്ത് $127 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 10,000 35,000 രൂപ ഗ്രോസറി മാത്രം. ഇപ്പോഴും മാത്രം. ഇനിയും ഉണ്ടല്ലേ പർച്ചേസ്? ഒരു 30,000 രൂപ ഗ്രോസറി. ഇനി ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കുമ്പോൾ കുറച്ചുകൂടെ കയറി പോകും. ഡ്രസ്സ് ഞാൻ തന്നെ മേടിക്കില്ല. ഇതിപ്പോൾ കൈസ് വെയിറ്റ് ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം. $127.70 ആണ്. രണ്ടാമത്തെ ബോംബെ ബസാർ കഴിഞ്ഞു. ഇനി ഒരിടത്തും കൂടി ഉണ്ട്. അടുത്ത സ്ഥലത്ത് വീഡിയോ. മൂന്നാമത്തെ സ്ഥലം ഇന്ത്യൻ ഹാർവസ്റ്റ്. ഇവിടെ നിന്ന് എന്താ നമ്മൾ മേടിക്കാൻ പ്ലാന്? ഇല. 3 ഇല കിട്ടിയില്ല. വളരെ ചിലവാകാനായി ഇന്ത്യൻ ഹാർവസ്റ്റിൽ പോയി, ഇല കിട്ടിയില്ല. ചെലവ് $10. ചിലവാങ്ങാനായി വാൾമാർട്ടിൽ പോയി, ഇല കിട്ടിയില്ല. ചെലവ് $20. ചെലവ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ലക്ഷ്മി വീണ്ടും വാഴയിലേക്ക് വേണ്ടിയിട്ട്. സോ നമ്മളിപ്പോൾ ഇത് 4ാമത്തെ ഇടയാണ്. 3 കടയിൽ കയറിയിട്ടുണ്ട്. 3 കടയിൽ നിന്ന് 2 കടയിൽ നിന്ന് സാധനം മേടിച്ചു. 1 കടയിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അടുത്ത ഷോപ്പ്, 4ാമത്തെ ഷോപ്പ്. പ്രായമായ ഒരു അമ്മൂമ്മയാണ് ഇവിടുത്തെ ആള്. സോ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഡെൻവറിലൊക്കെ ഇത്രയ്ക്കൊക്കെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ടോ. 4 ഇന്ത്യൻ സ്റ്റോർ എന്തോ എൻ്റെ കൈയൊന്നും പറഞ്ഞു. നാട്ടിൽ ഇതിൻ്റെ വില എത്രയാ? ഇവിടെ ഇത് $24 പറയണെന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 2,000 രൂപ. ഇതിൻ്റെ കൈയൊന്ന് ഫോക്കസ് ആവുമോ? ഇന്ന് വല്ലതും അതാവൂല. കൈ കാണിച്ചെടുക്കുന്നേ അവരെന്തോ പറയുന്നു $2,000.
2100 2200 ഒന്നിന് 2000 രൂപ. അല്ല ഒന്നിന് 2000 രൂപയോ ഒന്നിന് 2000 പോടോ. ഇവിടെ ഇവിടെ നാട്ടിൽ കിട്ടും $24. അടിപൊളി. എന്നാ ഇറങ്ങി ഓടാം നമുക്ക്. ഒന്നിന് 2400 ഗൈസ്. ഒരെണ്ണത്തിന് ഒരു ബണ്ടിൽ ഇതേപോലത്തെ ഒരു ബണ്ടിലിന് 499 എന്ന് പറയുമ്പോൾ നാട്ടിലത് 500 രൂപയോളം വരും. അപ്പോൾ ഞങ്ങൾക്ക് 20 എണ്ണമാണ് വേണ്ടത്. ഒരെണ്ണത്തിൽ 10 എണ്ണം ആണെങ്കിൽ 1000 രൂപ. 1000 രൂപയായി. വാഴയില കിട്ടിയിരിക്കുകയാണ്. വാഴന്റെ വില കാണിച്ചിട്ട് $1500 രൂപ. വാഴയില ഫോക്കസ് ആയ 1400 രൂപ. 1400 രൂപ. ഓണം നമ്മൾ പൊളിക്കും ഗൈസ്. നമ്മൾ 5ാമത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഹലാല ഇതല്ലേ, സോറി മാർക്കറ്റ് മാറിപ്പോയി. ഹലാൽ എന്ന് പറയണേ അതൊരു മാർക്കറ്റാ. ഇത് മീറ്റ് മേടിക്കാനാണ്. അപ്പോൾ ഓണത്തിൻ്റെ തലേന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് നോക്കാം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഫുള്ള് ഭയങ്കര ബീഫിൻ്റെയൊക്കെ മണം കേട്ടോ. മോശമായിട്ട് പറയണില്ല, നമ്മുടെ നാട്ടിലുള്ള ഇത് ഫ്രഷ് ബീഫ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അയ്യോ ഞാൻ വില നിങ്ങൾ കാണിച്ചു തന്നില്ല. ഇല്ലേ വില ഞാൻ കാണിച്ചു തരാം. വില അതാ ഈ ഒരു പീസിന് $61. ഇത് മറ്റേ ലെഗിൻ്റെ ആ ഒരു ഭാഗം. നാട്ടിലുള്ള 6000 രൂപ വരും. അപ്പോൾ നാട്ടിൽ 6000-ന് എത്ര കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത്രമാത്രം കിട്ടും. എന്താ $13 ഈ ഒരു ചെറിയ മീറ്റ് പീസിന്. ലൈക്ക് ഇവിടെ എങ്ങനെയാണോ പൈസ ഉണ്ടാക്കുന്നത് അതേപോലെ എക്സ്പെൻസും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. അപ്പോൾ അവിടെ നിന്ന് സംഭവം മേടിച്ചില്ല, കാരണം അത് ഭയങ്കര വിലയാണ്. ഫ്രഷ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കഴുത്തറക്കണ വില പോലെ ഉണ്ട്. അപ്പോൾ നോക്കണം, അവസ്ഥയെ നോക്കാം. നമ്മളെന്തൊക്കെയാണ് ഓർഡർ ചെയ്തേ? ബിരിയാണി, നാന്, പിന്നെന്താ ലാമ്പിന്റെ എന്തോ ഒരു ബീഫ് പസന്ത, ചിക്കൻ ടിക്ക പസന്തയോ അങ്ങനെ എന്തോ ഒരു സാധനം. പിന്നെ കഴിക്കുന്ന ഫ്രീ ആയിട്ടുള്ള കിട്ടുന്ന ചോറ്, പിന്നെ ചിക്കൻ വെന്താലും. പപ്പടം നമ്മള് കഴിച്ചു പോയി, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കായിരുന്നു. പപ്പടം കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ സ്റ്റാറ്റസ്. ഇത് പിന്നെ A few moments later. ഫോണൊക്കെ എടുത്ത് മാറ്റാം. ഇപ്പൊ പറയാം നമുക്കല്ലാതെ ഇതാണ് ചിക്കൻ ടിക്ക. The extra sauce, Okay, thank you. Rice. lamb pasanda, sorry, beef pasanda. Beef pasanda. It's all over. Thanks. ഇത് ഇവരുടെ സ്പെഷ്യലാണ്. ഇതിനകത്ത് ലാമ്പ്, ചിക്കൻ, ഒനിയൻ സ്റ്റഫ്ഡ് ആണ്. എന്തൊക്കെയോ കാണാൻ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ കഴിച്ചോ, അതിന്റെ പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി ഫുഡിന്റെ റിവ്യൂ. അമലേ, It's good, but they can make it better. കുഴപ്പമില്ല, അടിപൊളി. കുഴപ്പമില്ല. ബാവർച്ചിന്റെ അത്ര അല്ല, അത് വേറൊരു റെസ്റ്റോറൻ്റ് ആണ്. എല്ലാവരും ഫുഡ് എന്താ അവസ്ഥ? കുഴപ്പമില്ലായിരുന്നു. ഒരു 3 on 10. 3 on 10 ബിലോ ആവറേജ് കൊടുത്തിട്ട് കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് സ്പോട്ട് വാൾമാർട്ട്. ഇപ്പോൾ ഞങ്ങൾ വാൾമാർട്ടിലാണ്. പിന്നെ ഇവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് മീറ്റ് എടുക്കാൻ. ബീഫ്, ചിക്കന്, പിന്നെ ഫിഷ്, ഈ 3 എടുക്കാറുണ്ട്. അപ്പോൾ അതേ വിലയോട്ടോ റോൾ എടുക്കാൻ മറന്നു ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ്. ഇവിടെ ഈ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓട്ടിക്കേണ്ട സാധനമാണ്. അവർക്കപ്പോൾ ഇരുന്നുകൊണ്ട് എന്താ നടക്കണ്ട, അവർക്ക് അല്ലാണ്ട് തന്നെ സാധനം പിടിക്കാതെ കാണിക്കണ്ട ഇവന്മാർ. ഇപ്പോൾ പറയേ ഗൈസ്, അവർ മുടി വെട്ടാനാണ് പോയത്, പക്ഷെ നമ്മളതല്ല, നമ്മൾ താടി ഷേവ് ചെയ്യാൻ പോകുന്നു. ഗൈസ് വാൾമാർട്ടിലുള്ള പർച്ചേസും കഴിഞ്ഞിട്ടുണ്ട്.
ഇത് വാൾമാർട്ടിലുള്ളതിൻ്റെ ബില്ലെല്ലാം കൂടി $200 അടുപ്പിച്ചായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 200 ആ 600 രൂപയുടെ പർച്ചേസ് ചെയ്യും ഇപ്പം. 600 കൂടി. ഈ കാറെല്ലാം കൂടി ഇപ്പൊ എത്ര 1000 അടുപ്പിച്ചായി. $1000. നാട്ടിലുള്ള 86,000 രൂപ 86,000 രൂപ നാട്ടിലുള്ള. $100 മേടിക്കാൻ പറ്റത്തില്ല. സോ ഫ്രണ്ട്സ്, വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ടോട്ടൽ, നമ്മളുടെ ഓണം സെലിബ്രേഷൻ്റെ പർച്ചേസിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എത്രയാവുമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഒറ്റ മിനിറ്റ്. അപ്പോൾ ഗായ്സ്, നമ്മളെ ഓണം 2025 അമേരിക്കയിൽ കൂടാമെന്ന നിലയിൽ നമ്മളെ ബില്ല് വന്നത് 792 ഗൈസ്. അപ്പം ഇതിൽ കുറേ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ വേറെ ഉണ്ട്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ PA പറഞ്ഞു തരും. ഗൈസ്, 2025 ഓണത്തിലെ മെയിൻ മെമ്പറായ ഞാൻ മെയിൻ PA കേട്ടോ ഗൈസ്. അതായത് നമ്മളെ വരവ് ചെലവ് ഞാൻ കൈയിടാതെ ഉണ്ടാക്കിയ വരവ് ചെലവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ടോട്ടൽ നമുക്ക് $781.69 വന്നിരിക്കുന്നത്. അത് ഇന്ത്യൻ റുപ്പീസ് ഇൻറ്റു 83 നമ്മൾ കൂട്ടുമ്പോൾ വരുന്നത് 65,000 വരും. താങ്ക് യു പാച്ചു. അതുമല്ല നമ്മള് ബോംബെ ബസാർ കൂട്ടിയിട്ടുണ്ട്. അതിൽ നമ്മളെ ഫുഡ് ഞങ്ങളൊരു 5 പേര് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് കൂട്ടിയിട്ടില്ല. എൻ്റെ നല്ല മനസ്സ് കാണും. അതാരും സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇതിനകത്ത് വരവ് ചെലവ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ലൈക്ക് അറൌണ്ട് $10,000 വരാൻ കിടക്കുന്നു. സോറി, 10,000 റുപ്പീസ്. അതായത് $100 ചെലവ് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതായത് നമ്മള് അടുത്തടുത്ത പരിപാടികൾ എന്ന് പറയുമ്പോൾ, ഓണപ്പരിപാടികൾ എന്ന് പറയുമ്പോൾ ഗൈസ്, 2-3 കാറുകൾ ഇറക്കുന്നുണ്ട്. പിന്നെ ഒരു BM ഇറക്കുന്നുണ്ട്. വണ്ടിപ്രാന്തനായ പാച്ചുവിന്റെ 2 കാറുകളുണ്ട്. നമ്മളൊരു BMW-യും ഒരു ലെക്സസും ബുക്ക് ചെയ്തിട്ടുണ്ട്. BMW, ലെക്സസ്, പിന്നെ ഒരു ബെൻസും. പിന്നെ ഞാൻ മേടിച്ചൊരു BMW അവിടെ കിടപ്പുണ്ട്. സെക്കൻഡ് വൺ ഓവർ. ചെറിയ അല്ലറച്ചില്ലറ മെക്കാനിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമ്മൾ 2 ദിവസത്തിലുള്ള ഇറക്കുന്നതാണ്. ഓണത്തിന് നമ്മൾ കളറാക്കും, പവറാക്കും, മാസാക്കും. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടക്കം നടക്കേണ്ടി വരും. ഓക്കെ. അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ കണക്കുകൾ തീർന്നിരിക്കുന്നു. നെക്സ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം.